ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ന്യൂയോർക്കിലെ ബക്കാറത്ത് ഹോട്ടലിന് മുന്നിലാണ്. 10ാം ക്ലാസ്സിലെ ഫിസിക്സിലുള്ള വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ എന്ന അധ്യായത്തിലെ ഡിസ്ചാർജ് ലാമ്പുകൾ എന്ന ഭാഗം ക്ലാസ് എടുക്കുന്നതിനെ കുറിച്ച് ആലോചിച്ച് നടക്കുന്നതിനിടയിലാണ് ഇവിടെ ഒരു സംഭവം കണ്ടത്. ദാ അങ്ങോട്ടേക്ക് നോക്കൂ. ഒരുത്തൻ ബാറിൽ നിന്നാണ് ഇറങ്ങി വരുന്നത്. എന്തൊരു സന്തോഷമാണ് അദ്ദേഹത്തിന്. അടങ്ങിയിരിക്കടോ. പല നിറത്തിലുള്ള പ്രകാശം പുറത്തുവിടാൻ കഴിവുള്ള ബൾബുകളാണ് ഡിസ്ചാർജ് ലാമ്പുകൾ. ഡിസ്ചാർജ് ലാമ്പിൽ നിറച്ചിരിക്കുന്ന വാതകത്തിനനുസരിച്ച് പുറത്തുവിടുന്ന പ്രകാശത്തിന്റെ നിറത്തിനും വ്യത്യാസമുണ്ടാകും. ഡിസ്ചാർജ് ലാമ്പ് എന്ന് പറയുന്നത് ഒരു ഗ്ലാസ് ട്യൂബിൽ ഏതെങ്കിലും ഒരു വാതകം, ഗ്യാസ്, ലോ പ്രഷറിൽ താഴ്ന്ന മർദ്ദത്തിൽ എടുത്തിട്ടുണ്ടാകും. ബാറ്ററി ഉപയോഗിച്ച് ഉയർന്ന വോൾട്ടത നൽകുന്നു. ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിനോട് ഘടിപ്പിച്ചിരിക്കുന്ന ഇലക്ട്രോഡ് പോസിറ്റീവ് ഇലക്ട്രോഡായും ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിനോട് ഘടിപ്പിച്ചിരിക്കുന്ന ഇലക്ട്രോഡ് നെഗറ്റീവ് ഇലക്ട്രോഡായും പ്രവർത്തിക്കുന്നു. ഉയർന്ന വോൾട്ടേജിൽ നെഗറ്റീവ് ഇലക്ട്രോഡ് ഇലക്ട്രോണുകളെ എമിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ പുറത്തുവിടുന്നു. ഇത് ഗ്ലാസ് ട്യൂബിനുള്ളിലെ വാതക ആറ്റവുമായി കൂട്ടിയിടിക്കുന്നു. ഇനിയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ന്യൂയോർക്കിൽ വെച്ച് കണ്ട ആ കുടിയനോട് സാമ്യമുള്ളതാണ്. ഇതാണ് മിസ്റ്റർ കുപ്പി. പേര് പോലെ തന്നെ ഭയങ്കര കുടിയനാണ്. എന്താണ് കുടിക്കുന്നത്? മദ്യം, അല്ലാതെന്താ. ഇനി കുടിച്ചു കഴിഞ്ഞാലോ ഇയാളുടെ ഊർജം നല്ലവണ്ണം കൂടും. ഊർജം കൂടിയാൽ പിന്നെ പാട്ടും ഡാൻസും തെറിവിളിയുമായിട്ട് കിട്ടിയ ഊർജം എങ്ങനെയെങ്കിലും അവിടെ ചെലവാക്കും. അങ്ങനെ ഊർജം ചെലവാക്കി കഴിഞ്ഞാൽ വീണ്ടും സാധാരണ അവസ്ഥയിലേക്ക് മിസ്റ്റർ കുപ്പി എത്തും. നിങ്ങളുടെ നാട്ടിലും ഉണ്ടാവും ഇങ്ങനെ ചില ആൾക്കാർ. ഡിസ്ചാർജ് ലാമ്പിൽ നടക്കുന്ന പ്രവർത്തനവും മിസ്റ്റർ കുപ്പിയുടെ മദ്യക്കുടിയും തമ്മിൽ നമുക്കൊന്ന് ബന്ധപ്പെടുത്താവുന്നതാണ്. ഡിസ്ചാർജ് ലാമ്പിന്റെ പ്രവർത്തനം പറയുന്നതിന് മുമ്പ് നമുക്ക് ആറ്റത്തിലേക്കൊന്ന് പോയി നോക്കാം. എന്താണ് ആറ്റം? പദാർത്ഥത്തിന്റെ ഏറ്റവും ചെറിയ കണമാണ് ആറ്റം. ആറ്റത്തിന്റെ കേന്ദ്രഭാഗത്തായി ഗോളാകൃതിയുള്ള ന്യൂക്ലിയസ് ഉണ്ട്. ഈ ന്യൂക്ലിയസിൽ പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകളും ചാർജ് ഒന്നുമില്ലാത്ത ന്യൂട്രോണുകളുമാണ് ഉള്ളത്. ന്യൂക്ലിയസിന് ചുറ്റിലുമായി വൃത്താകാരമായ പാതയിലൂടെ, സർക്കുലർ പാത്തിലൂടെ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ സർക്കുലർ പാത്താണ് ഓർബിറ്റ് അല്ലെങ്കിൽ ഷെൽ എന്നറിയപ്പെടുന്നത്. ഡിസ്ചാർജ് ലാമ്പിൽ വളരെ ഉയർന്ന വോൾട്ടത പ്രയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ ഉയർന്ന വോൾട്ടേജ് പ്രയോഗിക്കുന്ന സമയത്ത് നെഗറ്റീവ് ഇലക്ട്രോഡ് ഇലക്ട്രോണുകളെ പുറത്തുവിടുന്നു. ഈ ഇലക്ട്രോണുകൾ ഡിസ്ചാർജ് ലാമ്പിൽ നിറച്ചിരിക്കുന്ന വാതക ആറ്റവുമായി കൂട്ടിയിടിക്കുന്നു. ഇവിടെ ചുവപ്പ് നിറത്തിൽ കാണിച്ചിരിക്കുന്നത് വാതക ആറ്റമാണ്. പച്ച നിറത്തിൽ കാണിച്ചിരിക്കുന്നത് ഇലക്ട്രോണുകളാണ്. ഈ ഇലക്ട്രോണുകൾ വാതക ആറ്റവുമായി കൂട്ടിയിടിക്കുന്ന സമയത്ത് വാതക ആറ്റത്തിലെ ഇലക്ട്രോണുകളുടെ ഊർജം കൂടുന്നു. അതായത് കൂട്ടിമുട്ടലിന്റെ ഫലമായി, അല്ലെങ്കിൽ കൊലീഷന്റെ ഫലമായി വാതക ആറ്റത്തിലെ ഇലക്ട്രോണുകളുടെ ഊർജം കൂടുന്നു. ഊർജം കൂടിക്കഴിഞ്ഞാൽ അവയ്ക്ക് അതേ ഓർബിറ്റിൽ നിൽക്കാൻ സാധ്യമല്ല. അവ
ആ ഊർജ നിലയിൽ നിന്നും അല്ലെങ്കിൽ ആ എനർജി ലെവലിൽ നിന്നും ഒരു ഉയർന്ന എനർജി ലെവലിലേക്ക് അല്ലെങ്കിൽ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് ഉയർത്തപ്പെടുന്നു. നേരത്തെ മിസ്റ്റർ കുപ്പിയുടെ കാര്യം പറഞ്ഞ പോലെ ഗ്രൗണ്ട് എനർജി ലെവലിലുള്ള അല്ലെങ്കിൽ സാധാരണ അവസ്ഥയിലുള്ള ഒരു ഇലക്ട്രോൺ ഊർജം കൂടിക്കഴിഞ്ഞപ്പോൾ എക്സൈറ്റഡ് എനർജി ലെവലിലേക്ക് ഉയർത്തപ്പെടുന്നു അല്ലെങ്കിൽ ഉയർന്ന ഊർജ നിലയിലേക്ക് ഉയർത്തപ്പെടുന്നു. അങ്ങനെ എല്ലാ കാലത്തേക്കും ആ ഇലക്ട്രോണിന് എക്സൈറ്റഡ് എനർജി ലെവലിൽ നിൽക്കാൻ സാധ്യമല്ല. അവ സ്റ്റെബിലിറ്റി കിട്ടുന്നതിന് വേണ്ടി നേരത്തെ ഉണ്ടായിരുന്ന എനർജി ലെവലിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ പെട്ടെന്ന് തിരിച്ചു വരാൻ അവയ്ക്ക് കഴിയുന്നില്ല. അങ്ങനെ അധികം കിട്ടിയ ഊർജം അവ എന്ത് ചെയ്യും? പുറത്തു വിട്ടുകൊണ്ട് അല്ലെങ്കിൽ എമിറ്റ് ചെയ്തുകൊണ്ട് അവ ഗ്രൗണ്ട് എനർജി ലെവലിലേക്ക് തിരിച്ചു വരുന്നു. ഇനി എങ്ങനെയാണ് ഈ ഊർജം പുറത്തുവിടുക? വികിരണോർജം അല്ലെങ്കിൽ റേഡിയേഷൻ, എനർജി റേഡിയേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ വികിരണോർജം പുറത്തുവിട്ടുകൊണ്ട് അവ എക്സൈറ്റഡ് എനർജി ലെവലിൽ നിന്നും ഗ്രൗണ്ട് എനർജി ലെവലിലേക്ക് തിരിച്ചു വരുന്നു. ഈ റേഡിയേഷൻ അല്ലെങ്കിൽ ഈ വികിരണോർജം ചിലപ്പോൾ അൾട്രാവയലറ്റ് റേസ് ആകാം, ഇൻഫ്രാറെഡ് റേസ് ആകാം, അല്ലെങ്കിൽ വിസിബിൾ ലൈറ്റ് അല്ലെങ്കിൽ ദൃശ്യപ്രകാശമാകാം. ദൃശ്യപ്രകാശം എന്ന് പറയുമ്പോൾ വയലറ്റ് മുതൽ റെഡ് വരെയുള്ള നിറങ്ങൾ ഇവ പുറത്തുവിടാം. ഇതാണ് ഒരു ഡിസ്ചാർജ് ലാമ്പിന്റെ പ്രവർത്തന തത്വം. അതായത് നെഗറ്റീവ് ഇലക്ട്രോഡ് പുറത്തുവിടുന്ന ഇലക്ട്രോൺ വാതക ആറ്റവുമായി കൂട്ടിയിടിക്കുന്നു. വാതക ആറ്റത്തിലെ ഇലക്ട്രോണിന്റെ ഊർജം അതുവഴി കൂടുന്നു. അങ്ങനെ ഊർജം കൂടുന്ന ഈ ഇലക്ട്രോണുകൾ അവയുടെ ഗ്രൗണ്ട് എനർജി ലെവലിൽ നിന്നും എക്സൈറ്റഡ് എനർജി ലെവലിലേക്ക് ഉയർത്തപ്പെടുന്നു. അങ്ങനെ ഉയർത്തപ്പെട്ട ഇലക്ട്രോണുകൾ സ്ഥിരത കൈവരിക്കുന്നതിനായി അധികം കിട്ടിയ ഊർജം പുറത്തുവിടുന്നു. അത് വികിരണോർജം അല്ലെങ്കിൽ റേഡിയേഷൻ എനർജിയുടെ രൂപത്തിലായിരിക്കാം പുറത്തുവിടുന്നത്. അങ്ങനെ പുറത്തുവിടുന്ന ഊർജം വിസിബിൾ ലൈറ്റിന് തുല്യമായ തരംഗദൈർഘ്യം അല്ലെങ്കിൽ വേവ് ലെങ്ത് ആണ് ഉള്ളതെങ്കിൽ പല നിറത്തിലുള്ള വർണ്ണങ്ങൾ പുറത്തുവിടുന്നു. ഇതാണ് ഡിസ്ചാർജ് ലാമ്പിന്റെ പ്രവർത്തന തത്വം. ഒരു ഡിസ്ചാർജ് ലാമ്പിൽ സോഡിയം വാതകമാണ് നിറച്ചതെങ്കിൽ അത് മഞ്ഞ നിറം പുറത്തുവിടുന്നു. ഹൈഡ്രജൻ വാതകമാണെങ്കിൽ നീല നിറവും ക്ലോറിൻ വാതകമാണെങ്കിൽ പച്ച നിറവും പുറത്തുവിടുന്നു. ഡിസ്ചാർജ് ലാമ്പിൽ നിറച്ചിരിക്കുന്നത് നിയോൺ ആണെങ്കിൽ ഓറഞ്ച് നിറവും, നൈട്രജൻ ആണെങ്കിൽ ചുവപ്പും, മെർക്കുറി ആണെങ്കിൽ വെള്ള നിറവും പുറത്തുവിടുന്നു. ഹൈഡ്രജന്റെ നീല വെളിച്ചത്തിൽ സുഡുമോൻ മഞ്ഞളിച്ചു നിന്നു. ഹൈഡ്രജന്റെ നീല വെളിച്ചത്തിൽ ഹൈഡ്രജൻ നീല നിറം പുറത്തുവിടുന്നു. സുഡുമോൻ സോഡിയം മഞ്ഞ നിറം പുറത്തുവിടുന്നു. നിയോണിന്റെ ഓറഞ്ച് ക്ലോറിമോൾ പച്ചയ്ക്ക് തിന്നപ്പോൾ നൈട്രു ചുവന്നു തുടുത്തു. നിയോണിന്റെ നിയോൺ ഓറഞ്ച് നിറം പുറത്തുവിടും. ക്ലോറിൻ പച്ച നിറം പുറത്തുവിടും. നൈട്രജൻ ചുവന്നു തുടുത്തു ചുവപ്പ് നിറം പുറത്തുവിടും. അതായത് നൈട്രജൻ ചുവപ്പ് നിറം പുറത്തുവിടും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയ്ക്കായി വീണ്ടും കാത്തിരിക്കുക. കീപ് ലേണിംഗ്, കീപ് വാച്ചിങ്.